ഹായ് എവരി വൺ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് 2024 ഏറ്റവും പുതിയ ടൊയോട്ട പ്രാഡോയുടെ ബേസ് മോഡലാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് കിടക്കാം. ഇങ്ങനെയാണ് 2024 ഏറ്റവും പുതിയ ടൊയോട്ട പ്രാഡോ ബേസ് മോഡലിൻ്റെ മുൻവശം. ഫുൾ ഓപ്ഷനിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇത് ടോട്ടലി ബ്ലാക്ക് നിറമാണ് ടോട്ടൽ വന്നിട്ടുള്ളത്. ഫുൾ ഓപ്ഷനിൽ നമുക്ക് ഇതിൻ്റെ ഗ്രില്ലിൽ അതുപോലെ താഴത്തെ ബമ്പറിലൊക്കെ വേറൊരു ഡ്യുവൽ ടോൺ വന്നിരുന്നു, അതായത് ഒരു ഗ്രേയുടെ ഒരു കളർ കോമ്പിനേഷൻ വന്നിരുന്നു. ഈ വാഹനത്തിന് അതില്ല. ഇതിൻ്റെ ഹെഡ്ലൈറ്റ് വരുന്നത് LED ആണ്, അതുപോലെ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നത് LED ആണ്. ഫോഗ് ലാമ്പ് വന്നിട്ടുണ്ട്. അതുപോലെ ഇതിന് സിംഗിൾ ടോൺ ഗ്രില്ലാണ് വന്നിട്ടുള്ളത്. ഫുൾ ഓപ്ഷനിൽ ഡ്യുവൽ ടോൺ ആയിരുന്നു. ടൊയോട്ടയുടെ ലോഗോയ്ക്ക് പകരം ടൊയോട്ട എന്ന് എഴുതിയിരിക്കുകയാണ്. പിന്നെ ഫ്രണ്ട് ക്യാമറ ഇല്ല ഈ വാഹനത്തിന്. പിന്നെ ഇവിടെ ബമ്പറിൽ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സൈഡിൽ എയർ ഇൻടേക്ക് കൊടുത്തിട്ടുണ്ട്. ഒരു ബോക്സി രൂപമാണ് ടോട്ടലി പുതിയ പ്രാഡോയ്ക്ക്. അത് നമ്മൾ കഴിഞ്ഞ ഫുൾ ഓപ്ഷൻ വീഡിയോ ചെയ്തപ്പോഴും പറഞ്ഞിരുന്നു. ഈ ഒരു വാഹനത്തിൻ്റെ ടയർ സൈസ് എന്ന് പറയുന്നത് 245/70 R18 ആണ്. ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ അത് 265/70 R18 ആണ്. പിന്നെ ബേസ് മോഡലിന് നോർമൽ സ്റ്റീറിംഗ് വരുന്നത് വിത്ത് ഡിസ്ക് ബ്രേക്ക്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്, പക്ഷേ ടയർ സൈസിൽ വ്യത്യാസമുണ്ട്. വശക്കാഴ്ചയിൽ ഇവിടെ ഫുൾ ഓപ്ഷനിൽ ഈ ഒരു ഭാഗത്ത് ടെർബോ എന്നുള്ളൊരു ബാഡ്ജ് ഉണ്ടായിരുന്നു. ഇതിന് അങ്ങനെയില്ല. പിന്നെ ബോഡി കളർ മിററല്ല, ഇത് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷുള്ള മിററാണ്. അതിൽ സൈഡ് ഇൻഡിക്കേറ്റേഴ്സ് വരുന്നുണ്ട്, പക്ഷേ ക്യാമറ വരുന്നില്ല. ഫുൾ ഓപ്ഷനിൽ വിത്ത് ക്യാമറ വരുന്നുണ്ട്. ബോഡി കളറാണ്. പിന്നെ ഈ ഒരു മോഡലിൽ ബോഡി കളറിൽ തന്നെയാണ് ഡോർ ഹാൻഡിലൊക്കെ വരുന്നത്. അതുപോലെ ബേസ് മോഡലിന് ഫുഡ് സ്റ്റെപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല. പിന്നെ ഇതിൻ്റെ ABC പില്ലറുകളൊക്കെ മാറ്റ് ബ്ലാക്കിൽ തന്നെയാണ്. അത് ഫുൾ ഓപ്ഷനിലും അങ്ങനെ തന്നെ ആയിരുന്നു. ഇതിൻ്റെ പുറകിലെ കാഴ്ചയിൽ ഉള്ള വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും താഴെ ബമ്പറിൽ ഫുൾ ഓപ്ഷനിൽ ഡ്യുവൽ ടോണാണ്. ഇത് മാറ്റ് ബ്ലാക്കിലാണ് ഫുള്ളായിട്ട് ബമ്പർ വന്നിട്ടുള്ളത്. പിന്നെ ടോ ഹുക്ക് അത് ഫുൾ ഓപ്ഷനിലുണ്ട്, ഇതിലും വന്നിട്ടുണ്ട്. സൈഡ് ലാമ്പിൽ ടെയിൽ ലാമ്പിലൊന്നും വ്യത്യാസം വന്നിട്ടില്ല. സെയിം ഫുൾ ഓപ്ഷനിലും ഇതുപോലെ തന്നെയാണ്. പക്ഷേ ഇവിടെ ഒരു എക്സ്ട്രാ ഒരു ചെറിയൊരു ടെയിൽ ലാമ്പ് ഉണ്ടായിരുന്നു ഫുൾ ഓപ്ഷനിൽ, ഇതിലതില്ല. പിന്നെ ഇവിടെ ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷിലാണ് ടൊയോട്ടയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുള്ളത്. അത് ഫുൾ ഓപ്ഷനിൽ വരുമ്പോൾ നമുക്ക് ഗ്ലോസി ഫിനിഷിലുള്ളൊരു ബാഡ്ജിങ് ആയിരുന്നു. പിന്നെ ഇവിടെ ലാൻഡ് ക്രൂസർ പ്രാഡോ എന്നുള്ളൊരു ബാഡ്ജിങ് ഉണ്ട്. പിന്നെ വൈപ്പർ കൊടുത്തിട്ടുണ്ട്, അത് ഫുൾ ഓപ്ഷനിലുണ്ടായിരുന്നു. റിവേഴ്സ് ക്യാമറ വന്നിട്ടുണ്ട്. അതുപോലെ ഈ ഒരു വാഹനത്തിന് സ്പോയിലർ ഇല്ല, ബേസ് മോഡലായതുകൊണ്ട് സ്പോയിലർ ഇല്ല. അതുപോലെ റൂഫ് റെയിൽ കൊടുത്തിട്ടില്ല. ഈ ഒരു ഭാഗത്ത് ഒരു സൈഡിൽ മാത്രമാണ് ഇതിൻ്റെ റിവേഴ്സ് പാർക്കിംഗ് ലൈറ്റ് വരുന്നത്. അത് നമ്മൾ ഫുൾ ഓപ്ഷനിൽ രണ്ട് സൈഡിലുണ്ട്, ഇവിടെ അതില്ല. പിന്നെ ബമ്പറിൽ സെൻസേഴ്സ് കൊടുത്തിട്ടുണ്ട്. റിവേഴ്സ് ക്യാമറ ബേസ് മോഡലിൽ കൊടുത്തിട്ടുണ്ട്, അത് ടോപ്പിലായിട്ട് കൊടുത്തിട്ടുണ്ട്. വശക്കാഴ്ചയിലും വാഹനം കാണാൻ വളരെ ഭംഗിയുള്ളൊരു വാഹനമാണ്. ഒരു ബോക്സി ടൈപ്പ് ഡിസൈനാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഡിഫൻഡറിൻ്റെ പോലെ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ കുറേ കമൻറ്റ്സ് വന്നിരുന്നു. നമുക്ക് ഒറ്റ നോട്ടത്തിൽ കാണുമ്പോൾ ഡിഫൻഡർ പോലെയാണ് ഫ്രണ്ടിൽ നിന്ന് ഫീൽ ചെയ്യുക. പക്ഷേ ടൊയോട്ടയുടെ പഴയ വാഹനങ്ങളൊക്കെ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം എല്ലാം ഈ ഒരു ബോക്സി ടൈപ്പ് ഡിസൈനായിരുന്നു. ആ ഒരു ഇതിലേക്ക് ടൊയോട്ട പുതിയ പ്രാഡോ കൊണ്ടുവന്നതാണ്. ഓവറോൾ നല്ല ഭംഗിയാണ് വാഹനത്തെ കാണാനായിട്ട്. ഈ വാഹനത്തിന് 2.4 ലിറ്റർ ടെർബോ 4 ലിറ്റർ എഞ്ചിനാണ് വരുന്നത്. അത് നൽകുന്ന മാക്സിമം ഔട്ട്പുട്ട് എന്ന് പറയുന്നത് 6000 RPM 267 HP ആണ്.
ഈ വാഹനം ഒരു 4x4 വാഹനമാണ് വിത്ത് 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനോടുകൂടി വരുന്നതാണ്. ഈ വാഹനത്തിൻ്റെ ലെങ്ത്ത് 4930 മില്ലിമീറ്ററാണ്. അതുപോലെ വിഡ്ത്ത് വന്നിട്ട് 1930 മില്ലിമീറ്റർ, ഹൈറ്റ് 1925 മില്ലിമീറ്ററാണ് വരുന്നത്. ഈ വാഹനത്തിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ഫുള്ളി മാറ്റ് ബ്ലാക്ക് ഫിനിഷിലുള്ള ഒരു ഇൻറ്റീരിയറാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ സീറ്റുകളൊക്കെ ഫാബ്രിക്കാണ്. പക്ഷേ മാറ്റ് ബ്ലാക്ക് ഫിനിഷ് ആണെങ്കിലും വളരെ ഭംഗിയുള്ളൊരു ഇൻറ്റീരിയറാണ്. ഇങ്ങനെയാണ് ഏറ്റവും പുതിയ ടൊയോട്ട പ്രാഡോ ബേസ് മോഡലിൻ്റെ ഇൻറ്റീരിയർ വരുന്നത്. വളരെ മിനിമലായിട്ടുള്ള ഇൻറ്റീരിയറാണ്. സ്റ്റിയറിംഗിൽ തന്നെയാണ് ഇതിൻ്റെ കൺട്രോൾസൊക്കെ വരുന്നത്. പക്ഷേ ലെതർ റാപ്പിഡ് അല്ല, നോർമലായിട്ട് വരുന്നൊരു സ്റ്റിയറിംഗ് വീലാണ്. അതിൻ്റെ മധ്യത്തിൽ ടൊയോട്ടയുടെ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ ഇതിലും കീലെസ് എൻട്രി തന്നെയാണ്. പുഷ് സ്റ്റാർട്ടിങ് തന്നെയാണ്. സ്റ്റാർട്ട് ബട്ടൺ കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴെ മോഡ് സെലക്ഷൻ കൊടുത്തിട്ടുണ്ട്. AC വെൻ്റ് വന്നിട്ടുണ്ട്. ഒരു 8 ഇഞ്ച് ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ സിംഗിൾ ടോണിലുള്ള ഒരു ഡാഷ്ബോർഡാണ്. AC വെൻ്റ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ G63 വരുന്ന ആ ഒരു ടൈപ്പ് ഓഫ് ആ ഒരു രീതിയിലുള്ള AC വെൻ്റുകളാണ്. പിന്നെ ഇവിടെ സെൻട്രൽ കൺസോളിൽ 8 സ്പീഡ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ ഗിയർ, പിന്നെ ഡ്രൈവ് മോഡ് സെലക്ഷൻ സ്വിച്ചുകൾ, ഇവിടെ മോഡ് സെലക്ട് ചെയ്യുന്ന സ്വിച്ചുകൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ കപ്പ് ഹോൾഡർ വന്നിട്ടുണ്ട്. ഈ ഭാഗത്ത് ചാർജിങ് പോയിൻറ്റുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നല്ലൊരു ആംറസ്റ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഫുൾ ഓപ്ഷനിൽ ഇവിടെ ഒരു കൂൾ ഗ്ലോബ് സ്റ്റോറേജ് സ്പേസാണ് കൊടുത്തിട്ടുള്ളത് വിത്ത് ചാർജിങ് പോയിൻ്റൊക്കെ. ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ഇത് സിമ്പിളായിട്ട് ഒരു സ്റ്റോറേജ് സ്പേസ് മാത്രമാണ്. ഡോർ പാഡിലേക്ക് വരുമ്പോൾ സ്റ്റോറേജ് സ്പേസ്, വാട്ടർ ഹോൾഡർ, ഒരു ഫയൽ ഹോൾഡറൊക്കെ കൊടുത്തിട്ടുണ്ട്. സിംഗിൾ ടോണിലാണ് വന്നിട്ടുള്ളത്. പിന്നെ അതുപോലെ പവർ വിൻഡോയുടെ സ്വിച്ചുകളും മറ്റും കൊടുത്തിട്ടുണ്ട്. ഡോർ ഹാൻഡിലും വരുന്നത് ബ്ലാക്ക് കളറിലാണ്. അത് മെറ്റലല്ല, ഫൈബർ തന്നെയാണ്. ഈ വാഹനത്തിന് സൺറൂഫ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. സെൻറ്ററിൽ വന്നിരിക്കുന്നത് ഇവിടെ ഡോറിൻ്റെ അതിൻ്റെയൊക്കെ അലർട്ട് അതിനുള്ള സ്വിച്ചുകളൊക്കെ മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ മിറർ വന്നിട്ടുണ്ട്. അത് നോർമലി ഒരു മിററാണ്, ഓട്ടോ ഡിമ്മിങ് മിററല്ല. ഈ വാഹനത്തിൻ്റെ സീറ്റിംഗ് പൊസിഷനൊക്കെ മാനുവലിയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഫുൾ ഓപ്ഷനിലൊക്കെ നേരെ ഫുള്ളി ഓട്ടോമാറ്റിക്കാണ്. സെക്കൻഡ് റോ സീറ്റും അത്യാവശ്യം തൈ സപ്പോർട്ടൊക്കെ ഉള്ള നല്ലൊരു സീറ്റ് തന്നെയാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ലെഗ് സ്പേസ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഡോർ ഹാൻഡിലേക്ക് വരുമ്പോൾ അത്യാവശ്യം സ്റ്റോറേജ് സ്പേസ് ഉണ്ട്. സിംഗിൾ ടോണിലാണ് വരുന്നത് ഡോർ പാഡ്. അവിടെ സ്പീക്കേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഒരു വാട്ടർ ബോട്ടിൽ ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പവർ വിൻഡോയുടെ കൺട്രോൾ കൂടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഡോർ ഹാൻഡിൽ വന്നിട്ട് ബ്ലാക്ക് കളറാണ്. സെക്കൻഡ് റോ സീറ്റിലുള്ളവർക്ക് ഇവിടെ AC ഇത് കൊടുത്തിട്ടുണ്ട്. ടെമ്പറേച്ചർ ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അതിന് താഴെ ചാർജിങ് സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു 12 വോൾട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മൊബൈൽ ചാർജ് അത് ചെയ്യാനുള്ള സ്പേസ് കൊടുത്തിട്ടുണ്ട് 2 എണ്ണം. സെക്കൻഡ് റോ സീറ്റിൽ അതിൻ്റെ ലിവർ വലിച്ചാൽ തന്നെ വളരെ സ്മൂത്തായിട്ട് ഇതിൻ്റെ സീറ്റ് ഫോൾഡായിട്ട് നിൽക്കുന്നുണ്ട്. മൂന്നാമത്തെ സീറ്റിലേക്ക് പ്രവേശിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ അവിടെ കുട്ടികൾക്ക് മാത്രമേ പറ്റുള്ളൂ. ലെഗ് റൂം വളരെ കുറവാണ്. ഇതിങ്ങനെ 2 ഇൻഡിവിജ്വലായിട്ടുള്ള സീറ്റാണ് കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ അവർക്കും ഇവിടെ ബോട്ടിൽ ഹോൾഡറിൻ്റെ ഫെസിലിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു ചാർജിങ് സ്പോട്ട് കൊടുത്തിട്ടുണ്ട്. 5 നിറങ്ങളിലാണ് 2024 ഏറ്റവും പുതിയ ടൊയോട്ട പ്രാഡോ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. അതായത് ഈ കാണുന്ന ബ്ലാക്ക്, അതുപോലെ ബ്ലൂ, വൈറ്റ്, ഗ്രേ, സാൻഡ് എന്നീ നിറത്തിലാണ് ഈ വാഹനം അവൈലബിൾ ആയിട്ടുള്ളത്. അതിൽ തന്നെ ഡ്യുവൽ ടോൺ വേർഷൻസും അവൈലബിൾ ആണ്. അതുപോലെ 7 എൻജിൻ വേരിയൻറ്റുകളാണ് വരുന്നത്. അതിൽ 5 എണ്ണം 2.4 ലിറ്റർ ടെർബോയും ബാക്കി 2 എണ്ണം
2.8 ലിറ്റർ ടർബോയാണ് വരുന്നത്. ഏറ്റവും പുതിയ ടൊയോട്ട പ്രാഡോയുടെ സൗദി അറേബ്യയിലെ പ്രൈസ് വരുന്നത്, അതായത് ബേസ് മോഡലിൻ്റെ പ്രൈസ് വരുന്നത് 1,94,000 റിയാലാണ്. അത് ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ 2,85,000 റിയാലാണ് ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡ് മോഡലിൻ്റെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് 2024 ടൊയോട്ട പ്രാഡോ ബേസ് മോഡലിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.